ചോദ്യം ചില മക്കളില്ലാത്ത ആളുകൾ അടുത്ത് വന്നിട്ട് പറയുന്നു, ഉസ്താദേ മക്കളില്ലാത്ത ബേജാറത് അതെങ്ങനെങ്കിലും സഹിക്കാം. പക്ഷെ പോയേർത്ത് ബൈക്കാനിരിക്കുമ്പോ പോയേർത്ത് കുടുംബത്തില് ഫംഗ്ഷന് പരിപാടി ഏടെ പോകുമ്പോഴും കേൾക്കുന്ന എന്തായിട്ടില്ല എന്തായിട്ടില്ല എന്ന് അറിഞ്ഞ ഓർമ്മ വാക്കുന്നില്ലേ? ഏത് എന്തായിട്ടില്ല? ആയിട്ടില്ല. അല്ല നിന്റെ ഫോൾട്ടാ എന്റെ ഫോൾട്ടാ ആയത് അറിയല. അപ്പൊ അവിടെ അതിന്റെ ആയുർവേദിക്കല് കിട്ടുന്നത് അതാക്കിനാ. അപ്പൊ നീ എന്താ കൊണ്ടാ ആന്നില്ലേ? കൊണ്ടു ഇവിടെ നിന്ന് കൊണ്ടുവന്ന് ഈ പയ്യല്ല പ്രസവിക്കാത്ത പയ്യന് ഞങ്ങളങ്ങോട്ടല്ല കൊണ്ടുവന്ന് ഇവിടെ എന്താ പയ്യോ ഇല്ലേ? പയ്യുണ്ടാ? ആ പയ്യോലെ പോറ്റിക്കൊള്ളു, നല്ലതന്നെ. ഒരു വീട്ടിലൊരു ജീവി ഉണ്ടാവുന്നത് നല്ലതാണ്. പയ്യോ മൂരിയോ കോയിയോ ആടോ ഉണ്ടെങ്കിൽ പൊരലി കടപ്പു ചൈത്താന്റെ പോക്ക് വരവല്ലുണ്ടെങ്കിൽ അതടിച്ചു പോകും അല്ലെ. ചില പൊരയിൽ പറഞ്ഞില്ലേ, കോയി എത്ര കോയി ഉണ്ടെങ്കിലും ചത്തിട്ട് പോകുന്നു അല്ലെ, എത്ര പൂച്ച വന്നെങ്കിലും ചത്തിട്ട് പോകുന്നു. പൊരക്കാർക്ക് അതൊക്കെ കാവലാണ്, നല്ലതൊക്കെയാണ്. ചികിത്സയിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അള്ളാഹു ഖൈർ നൽകട്ടെ. ഈ പെണ്ണുകിടാക്ക പ്രസവിക്കാത്ത ബേജാറും കൊണ്ട് എവിടെക്കെങ്കിലും പോകുമ്പോ പെണ്ണുങ്ങളപ്പറടി ബൈക്കാതെ കരഞ്ഞിട്ട് ബേജാറിൽ തിരിച്ചിട്ട് വരുന്നേ. എന്തേ? മക്കളില്ലാത്ത ബേജാറും സങ്കടം ഉണ്ടാകുമ്പോ പരസ്യമായി പബ്ലിക്കായിട്ട് അവര് ചോദിച്ചിട്ട് കളിയാക്കി ചിരിച്ചിട്ട് നീ എന്തേ ഉസാറില്ലാത്തേന്ന്. ഇത് ഉസാറിലോർക്കല്ല മക്കാന്നെങ്കിൽ ഇത്ര പണി ഉണ്ടായ അല്ലെ? നീ എന്താ ഉസാറ് മതിയല? എന്താ 3 കൊല്ലായിട്ട് എന്താ ഉസാറ് മതിയല? മാത്രമേ മിറ്റു കുടിച്ചിട്ടില്ലല്ലേ മുന്നേ മിറ്റു പേടിപ്പിക്കല്ലേ? ഇപ്പായങ്കായി പിന്നാന്നില്ല. അതിന്റെ ഒരു വിധിയും ആര് കോർട്ടൊന്ന് പാസ്സായ പോലെ ഇപ്പായങ്കായി ഇല്ലെങ്കിൽ പിന്നാന്നില്ല. ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കൽ ഒരു മനുഷ്യന്റെ മനസ്സിന് സങ്കടമുണ്ടാക്കുന്ന ഒരു വാക്കും നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമല് ഒരു മനുഷ്യന്റെ, ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ മനസ്സ് സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. നമ്മളോട് ഒരാൾ മുണ്ടിയിട്ട് പോകുമ്പോ പോയ ആൾക്ക് കൊസിയാവണം. അന്ന് പോയിട്ട് കിടന്നെങ്കിൽ നല്ല കൂർക്കം വലിച്ചിട്ട് ഉറങ്ങുന്ന പോലത്തെ ഉറക്ക് വരണം. ഒരാളുടെയും ഉറക്ക് നമ്മെ കൊണ്ട് മുടങ്ങരുത്. ഒരാളെ സമാധാനവും നമ്മളെ കൊണ്ട് മുടങ്ങരുത്. ഒരാളെ ബേജാറിനും നമ്മൾ കാരണമാകരുത്. അങ്ങനെ ആയാൽ അത് വലിയ മോശമാണ്. ഏതുമാകട്ടെ, സ്വഹാബീനെ കണ്ടിട്ട് മറ്റൊരു സ്വഹാബി കേട്ട്, എന്താ ഇത് മനസ്സിലാ മലക്കാത്തര വെളുത്തിട്ട് ചന്തണ്ടല്ലാന്ന്. കുളിച്ചുകൊണ്ടിരുന്ന സ്വഹാബി ബോധം കെട്ട് വീണു ആടെന്നെ വീണിട്ട് എത്തിക്കൊണ്ടുപോയി ഹബീബ് തങ്ങളുടെ അടുത്തേക്ക്. ഹബീബ് തങ്ങൾ ചോദിച്ചു, റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, നീ എന്തേ നിന്റെ സഹോദരനെ കൊല്ലുകയാണോ? ഹബീബ് തങ്ങളോട് സ്വഹാബി പറഞ്ഞു, അല്ല നബിയേ, അയാളെ ചന്ത കണ്ടിട്ട്, അയാളെ കളർ കണ്ടിട്ട്, അയാളെ വൈറ്റ് കണ്ടിട്ട്, അയാളെ സൗന്ദര്യം കണ്ടിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. ഹബീബ് തങ്ങൾ ചോദിച്ചു, നിനക്ക് തബാറക്കല്ലാന്ന് പറഞ്ഞൂടെ? എന്തെങ്കിലും പറയുമ്പോ നമ്മുടെ നാട്ടിലല്ല ഒരു മാഷാ അല്ലാ, തബാറക്കല്ല, ബാറക്കല്ല, ഇത് കൂട്ടിയിട്ടുണ്ടെങ്കിലും പറയുന്നുണ്ട്, വിരോധമല്ല. അങ്ങനെയാണ് കണ്ണീർ. ഈ യാറ തമാശ ചെന്ന ആള്, പിന്നെ ഈ കുർപ്പാത്ത് കട്ടലിരിക്കുന്ന ആള് ഓറെ കണ്ണല്ല വേഗം കൊള്ളുന്നത്. പിന്നെ ചില വയസ്സുള്ള പെണ്ണുങ്ങൾ, പിന്നെ ഭർത്താവ് മരിച്ച പെണ്ണുങ്ങൾ നല്ല കണ്ണ് വേഗം കൊള്ളുന്നത്. ഇനി ഭർത്താവ് മരിച്ച പെണ്ണുങ്ങളോടെ കൊണ്ടുവന്ന് നിങ്ങൾ ഒളിച്ചിട്ട് പോയണ്ടാവും, മുണ്ടിട്ടേ പോയി നാളെ തന്നെ ഇയാൾ വയലിന് വന്നിട്ട് ഞങ്ങളുടെ ഒരു മുണ്ടിക്കൊണ്ടായി അതില്ലാതായി പോയി. അങ്ങനെ എന്തോ അല്ല, മുണ്ടിയില്ലെങ്കിൽ ഒരു വേറെ കണ്ണൊളിക്കുന്നത്, അതും പഠിച്ചോളെ എൻ്റെ ഒക്കെ തന്നെ. മുണ്ടിയിട്ട് പോയെങ്കിൽ അങ്ങനെ ഒരു ജാഗയിൽ ഒരാളുണ്ടായല്ല, എപ്പോഴും ഇരുന്നിട്ട് ഈ കുർപ്പാത്ത് കട്ടലിരിക്കുന്ന ഏത് ലോറി പോകുമ്പോഴും ചെന്നല്ല, ഇത് നിന്റെ കാട് തേച്ചോന്റെ ലോറിയിലേ ഉണ്ട്. പോയ ലോറി അവിടെ കയറ്റം കയറിയിട്ട് പാതിയിൽ മറിഞ്ഞിട്ട് ഫൾട്ടിയായിട്ട് ഇങ്ങനെ എല്ലാം ആക്കിയിട്ട് പോകുന്നു. അതിന് ഒരുത്തൻ പറഞ്ഞു, ഉസ്താദ് എനിക്ക് ഇന്നോളം അയാളെ കണ്ണ് കൊണ്ടിട്ടില്ല. അപ്പൊ എന്തേന്ന്? അപ്പൊ യോ എന്താക്കുന്ന ഏട്ടൻ ലോറി കുറച്ച് അപ്പുറം വെച്ചിട്ട് വരുന്നത്. വന്നിട്ട് ഇയാൾ ഉണ്ടാ നോക്കുന്നത്, ഇല്ലെങ്കിൽ സീത പോയിട്ട് ലോറി എടുത്തോണ്ട് പോകുന്നു. ഇയാൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണാൻ നേരിട്ടേ വന്ന് ഒരു ചായ പിടിച്ചങ്ങനത്തെ നില കേട്ട് അയാൾക്ക് ചായല മേങ്ങിട്ട് കൊടുത്തിട്ട് ഹലോ ചെന്ന് ഞാൻ കുറച്ച് ലോറിയിൽ ബെറവും ഇതെല്ലാം കയറ്റിക്കൊണ്ട് പോകുന്നു. അങ്ങനെ നിങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ചായല കുടിച്ചിട്ട് പോയിട്ട് വന്ന് ചായല കുടിച്ചിട്ട് ഇയാൾക്ക് ചായല കൊടുത്തിട്ട് നിങ്ങൾ ചില്ലറ കൈമടക്കിയിട്ടല്ല ഞാൻ വരുന്നത്. ഇൻഷാ അല്ലാ ഇന്ന് ഭയങ്കര അടുത്ത ആഴ്ച 10 കഴിഞ്ഞ് വരനുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ വരുന്നത്. ഞങ്ങൾ ലോറി കണ്ടിനാന്നല്ല കേട്ടിട്ട് സുറൂർ എന്താക്കുന്നത്, ഇയാളത്തേൽ പോകുമ്പോ ഈ ലോറിന്റെ എതിരിൽ ഇയാൾ കൈ കാണിക്കുന്നത്. അപ്പൊ ഞാൻ വരുന്നില്ല, നിങ്ങൾ ദ്വാരക്കാന്ന് അസ്സലാമു അലൈക്കും ചെല്ലിട്ട് പോകുന്നത്. അപ്പൊ ഇയാൾക്ക് എന്ത് ചെല്ലാൻ മറക്കുന്നതായിരിക്കും. അങ്ങനെ ആക്കിയിട്ട് അയാൾക്ക് എപ്പോഴും ചായ കുടിപ്പിച്ചിട്ട് പോയിക്കൊണ്ടായതുകൊണ്ട് എന്റെ ലോറി വരുന്ന അവിടെ ബാക്കിയായിട്ടില്ല, അവിടെ വീണ്ടും മറിഞ്ഞിട്ടുമില്ലാന്ന്. ഇയാൾ എന്തെങ്കിലും പോകുമ്പോ ചിലർക്ക് അങ്ങനെയുണ്ട്. ചില പെണ്ണുങ്ങൾക്കും ഉണ്ട് ഇങ്ങനെ കിടാക്കളെല്ലാം കണ്ട കേൾക്കുന്നത്, എത്ര 2 വയസ്സായാന്ന്
അയിമക്കറിയും കഴിഞ്ഞ റബ്ബിൽ ഒലുവെറ്റിനേന്ന് കിടാന്റെ വണ്ണവും തടിയും എല്ലാം ഉണ്ടാകുമ്പോ കേൾക്കുന്ന കണ്ണ് കൊള്ളിക്കൽ. ചില ആൾക്ക് അറിയും നമ്മളെ കണ്ണ് കൊള്ളുന്നു, അങ്ങനത്തെ ഒരു വേണമെന്നിട്ടെല്ലാം കൊള്ളിക്കലുണ്ട്. അപ്പൊ ഇതിന്റെ ഇടക്ക് ഒരാൾ പറയുന്ന കേട്ടോ, അല്ലാഹു അലം, ഈ കണ്ടല്ലേ എന്താ കണ്ടത്തിന് പീസ, ആ കണ്ടല്ല ഈ മറ്റേ ഇതെല്ലാക്കുന്ന നെജിയെല്ലാക്കുന്ന കണ്ടോ ഇല്ലേ, വേസന്മാർക്ക് നമ്മളെ കണ്ടല്ല, വേസന്മാരെ കണ്ടോ, ആ കണ്ടത്തില് എന്തില്ല അരി നെല്ലാണ്ടേ കുറെ നെല്ലാന്നില്ല, എത്ര നേജിയാക്കിയെങ്കിലും പുല്ല് ധാരാളമായിട്ട് പുല്ല് വളരുന്നു. അങ്ങനെ ആരോ ചൊല്ലിയാൽ ആ കണ്ണ് കൊള്ളിക്കുന്ന ആളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആ പുല്ലിന് കണ്ണ് കൊള്ളിച്ചെങ്കിൽ ചിലപ്പോൾ അത് ചത്തിട്ട് പോയങ്കായില്ലേ. അങ്ങനെ വിളിച്ചുകൊണ്ട് പോയി ഇയാളെല്ലാം നടന്ന്, ഇയാൾ മുണ്ടൊരും പേടിയാണ്. എന്താ ഇയാള് നിന്റെ നാവെന്ന് ചെല്ലിങ്ങ് പോയില്ലേ അല്ലേ, ജാഗ്രതയിൽ കൊടുത്തിട്ട് അയാളെല്ലാം നോക്കിയിട്ട് ചെല്ലിയാല. എത്ര പുല്ലുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ഓരോന്നും വന്നത് മാത്രം 1.5 നെല്ലിയല്ല, അകല ഉള്ള നെല്ലും കരിഞ്ഞിട്ട് പോയി. കൊടന്നിന് എന്തിനു കൊള്ളിക്കാന്, ഈ നെജിന്റെ ഇടയിൽ ഇതിന്റെ ഇടയിലുള്ള പുല്ലിന് കൊള്ളിക്കാന് കൊടന്നിന് ഇയാളെ പൈസ കൊടുത്തിട്ട് ഇയാള് കൊള്ളിച്ചയിലേക്ക് എത്ര പുല്ലുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ വന്നത് ഒരു 1.5 നെല്ല്. അപ്പൊ ഇങ്ങനെ ചിലപ്പോ നമ്മൾ ഈ കാൽക്കേട് ബലിച്ചിടുന്നേട്ടുണ്ട് കേട്ടിട്ടും എങ്ങനെ. ഏതുവാകട്ടെ ഈ കണ്ണേറ് ഹക്കാണ്, കണ്ണ് കൊള്ളിക്കൽ. ഇതേതിലും നമ്മൾ ആവശ്യമില്ലാത്തത് ചോദിക്കരുത്. മറ്റുള്ളവന്റെ ശമ്പളം ചോദിക്കൽ നമുക്ക് ആവശ്യമുണ്ടോ? മറ്റുള്ളവന്റെ വയസ്സ് നമുക്ക് ആവശ്യമുണ്ടോ? ഇനി വയസ്സ് കേട്ടെങ്കിൽ ആരും നേരെ ഇല്ല, ആരും ചെന്നില്ല. 40 കഴിഞ്ഞിരുന്നു, 40 കഴിഞ്ഞിട്ട് 20 കൊല്ലായി, ആയെങ്കും 40 കഴിഞ്ഞിരുന്നേ. ബണ്ണ ചെല്ലിട്ടൊക്കെ ഈ കർപ്പലടിക്കുന്നതിന് താടിക്കും മീസൊക്കെല്ലോ ബേസായി എന്ന് അറിയുമ്പോൾ നമുക്കൊരു ബേജാറ്, നമുക്ക് തന്നെ ഒരു ബേജാറ്, നമ്മളെ ഭാര്യക്കും ബേജാറ്. നല്ലതല്ല. സ്വർഗം കിട്ടാൻ വിലക്കുണ്ടാകുന്നാണ് ഇതൊക്കെ പറയുന്നത്. ചിലപ്പോ ജനാബത്ത് കുളി സഹിയാവാതിരിക്കാനും സാധ്യതയുള്ളതാണ്. മോനെ മരിച്ചാല് കാട്ടിൽ കൊണ്ടുപോയിട്ട് പൂക്കണോ, മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നെല്ലാം വയലിൽ കേട്ട്. അങ്ങനെയൊന്നുമില്ല. അങ്ങോട്ട് എത്തുന്നില്ലെങ്കിൽ തായ്മം ചെയ്തിട്ടെങ്കിലും ശരിയാക്കണം എന്നുള്ളതാണ്. വേദാണെങ്കിലും നമ്മൾ എന്ത് വേണം, അല്ലെങ്കിൽ മരിച്ചിട്ടാൻ വല്ല ഗീസണ്ടി വരും, താടി മീസല്ലോ സുറൂന്ന് അല്ലെ, ഫിക്ക് അങ്ങനെയൊന്നും പറഞ്ഞതല്ല. ഏതുവാകട്ടെ അതൊക്കെ ഒഴിവാക്കുക. വയസ്സാകണമെന്നില്ല, മരിക്കാൻ വയസ്സാകണമെന്നില്ല, മരണത്തിന് വയസ്സൊരു വിഷയമേ അല്ല. അതുകൊണ്ട് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു നല്ല മുസ്ലിമാകണോ ആവശ്യമില്ലാത്തതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണം. ആ മനുഷ്യൻ ചോദിച്ചു, അബൂ സിനാൻ തങ്ങൾ, ഹസ്സാൻ അബൂ സിനാൻ തങ്ങൾ ചോദിച്ചു, ഇത് എപ്പോൾ കെട്ടിയ പൊരയാണ്, എപ്പോഴാണ് ഈ പൊര കെട്ടിയത്? എതിരിലേക്ക് പോയപ്പോ അയാൾക്ക് തോന്നി, ഞാൻ എന്തിനു ചോദിക്കണം, ഈ പൊര കെട്ടിയിട്ട് എത്രയായെങ്കിലും എനിക്കെന്താ നഷ്ടമുണ്ടാ ലാഭമുണ്ടാ? അമ്മാലായ നീ എന്തേ നിനക്ക് ആവശ്യമില്ലാത്തത് ചോദിക്കുകയാണോ? ഇനി മുതൽ 1 കൊല്ലക്കാലം ഈ ചോദിച്ചതിന് വേണ്ടി നീ സുന്നത്ത് നോമ്പെടുക്കണം. ഒരൊറ്റ ദിവസവും ഒഴിവാക്കാതെ സുന്നത്ത് നോമ്പ് പിടിക്കാൻ പറ്റിയ എല്ലാ ദിവസങ്ങളിലും 1 കൊല്ലം നോമ്പ് നോക്കണം. ഞാൻ നിന്റെ തടിയോട് പറയുന്നു, നിന്നെ ഞാൻ ശിക്ഷിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയോ? ആവശ്യമില്ലാത്തത് നീ ചോദിച്ചല്ലോ. എങ്ങനെ? ഈ പൊര എപ്പ കെട്ടി എന്നുള്ളത് നിനക്ക് ആവശ്യമുള്ള വിഷയമാ അല്ലല്ലേ? പിന്നെന്തിനാണ് നീ അത് ചോദിക്കാൻ പോയത്? അത് ചോദിക്കാൻ പാടില്ലായിരുന്നു. ആ ചോദിച്ചതിന് പകരം 1 കൊല്ലം നീ നോമ്പെടുക്കണം. ഹറാമല്ല ചോദിച്ചത്, കറാഹത്തല്ല ചോദിച്ചത്. പൊര നല്ലായിട്ടില്ല എന്ന് പറഞ്ഞ് പൊരക്കാരനെ കരയിച്ചിട്ടില്ല, പൈൻറ്റ് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞതല്ല, ഒന്നുമല്ല, ഒരു കുറ്റവും പറഞ്ഞതല്ല. എപ്പ പൊര കെട്ടി എന്ന് ചോദിച്ചതിന്, എപ്പ പൊര കെട്ടിയാലും നിനക്കിത് ആവശ്യമുണ്ടോ? സ്വന്തത്തോട് സ്വന്തം ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ രാത്രി കടന്നുറങ്ങുമ്പോ, ഓരോ ദിവസവും കടന്നുറങ്ങുമ്പോ ഹാസിബു ഖബ്ല അൻ തുഹാസബു ഇങ്ങനെ ചോദ്യം, ഇന്ന് ഞാൻ എന്ത് ചെയ്തു, ഇന്ന് ഞാൻ എന്ത് നന്മ ചെയ്തു, ഇന്ന് ഞാൻ എന്ത് തിന്മ ചെയ്തു, ഇന്ന് ഞാൻ ആരുടെയെങ്കിലും മനസ്സു നൊമ്പരമാക്കിയോ, ഇന്ന് ഞാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടാക്കിയോ, ഇന്ന് ഞാൻ അങ്ങനെ ഓരോ ദിവസവും ചോദിച്ച് കരഞ്ഞു ദുആ ചെയ്ത് അല്ലാഹുവോട് മാപ്പ് ചോദിച്ചിട്ട് കിടക്കുന്നവൻ എന്ത് മാപ്പോയിക്കാണെങ്കിലും ഹക്കടപാട് കൊടുത്തു വീട്ടണം. ഓരോ രാത്രി കിടക്കുമ്പോഴും അല്ലാഹുവിനോട്, റബ്ബിനോട്
അല്ലേ? ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന റബ്ബിനോട് ദിക്റുകൾ ചൊല്ലി കിടക്കണം. കിടന്നുറങ്ങുമ്പോ മലക്കടുത്ത് വരുന്നിട്ട് പറയുന്നു നമ്പിദിക്കിരില്ല കുമ്പിദിക്കിരില്ല. കിടക്കുമ്പോ നമ്മളെടുത്ത് മലക്ക് വന്നിട്ട് പറയുന്ന ദിക്റലിട്ട് കിടന്നോളി. ഇനി സുബയോളം ആയസുണ്ടെങ്കിൽ സുബൈക്ക് എണിക്കുമ്പോ ദിക്റലിട്ട് എണിച്ചോളി. ശൈത്താൻ അപ്പ പറയുന്നു നമ്പി കൈരിതിക്കിരില്ല കുമ്പി കൈരിതിക്കിരില്ല. നീ എന്താ ദിക്ർ ചെല്ലിരുണ്ട കിടക്കുമ്പോ ചെല്ലിരുണ്ട സുബൈക്കും ചെല്ലിരുണ്ട. ശൈത്താൻ ഞമ്മ ആരാള് ഇപ്പൊ നിങ്ങ തീരുമാനിച്ചങ്ങായി. കിടക്കുമ്പോഴും ബിസ്മിയും ദിക്റും സ്വലാത്തും ചൊല്ലി കിടക്കുകയാണെങ്കിൽ മലക്കിന്റെ ആളാണ്, അള്ളാന്റെ ആള്. സുബഹിക്ക് ഉറക്കിൽ നിന്ന് ഉണർന്ന് അൽഹംദുലില്ലാ, തഹജ്ജുദിന് ഉണർന്ന് അൽഹംദുലില്ലാ ചെല്ലുന്നുണ്ടെങ്കിൽ നമ്മൾ മലക്കിന്റെ ആള്, അള്ളാന്റെ ആള്. കടക്കുമ്പോ റീൽസ് എല്ലാം കണ്ട് 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 മൊബൈൽ അറിയാതെ നെഞ്ഞിലേക്ക് ഡമ്മ വീണു. ഇത് ഉറക്കില് അപ്പൊ ബാലക്കാർ പറഞ്ഞു എന്ത് വിഷയം ഇത്, 2 മണിയാകുമ്പോൾ ഉറക്ക് വരുന്നില്ല, പിന്നല്ലേ അല്ലെ? ഇത് നോക്കിയെങ്കിൽ ഉറക്ക് വരുന്ന ഒരു തരം ഹരമാണ് അല്ലേ? ഒരു തരം എന്റെ ഇടയ്ക്ക് ഒരു വേദന എടുത്ത് കേട്ട് 24 മണിക്കൂറിൽ മൊബൈൽ തൊടാത്തൊരാരും കൊണ്ടൊന്ന് കൈപൊന്തിക്കുന്നു. ഇവിടെ ചെന്നില്ല, അങ്ങനെ കൈപൊന്തിക്കും വേണ്ട. അങ്ങനെ ആരും പൊന്തിച്ചിട്ടില്ല, ഒരാളും എല്ലാം പൊന്തിച്ചു. ഞാൻ കേട്ടു നിങ്ങൾ ടച്ച് ഫോൺ വിറ്റ് ഉണ്ടാന്നിട്ട് ഇല്ല അല്ലേ, പിന്നോട് തൊടുന്ന ഏത്? അപ്പൊ ഉള്ളോറ് നമ്മളെല്ലാരും അതിന്റെ അടിമകളായി പോയി. അവസാന കാലം വരുമ്പോ ഒരു ഫിത്ന വരും. പാവപ്പെട്ടവന്റെ വീട്ടിലും പണക്കാരന്റെ വീട്ടിലും എല്ലാ ആണ് പെണ്ണ് ചെറുത് വലുത് എല്ലാവരും ആ ഫിത്നയിൽ പയച്ചു പോകും. അങ്ങനെ ഒരു ഫിത്ന വരാനുണ്ട്. ആ ഫിത്നയാണ് ഈ ആധുനിക സൗകര്യങ്ങളുള്ള ഈ മൊബൈൽ ഫോൺ എന്ന് ആധുനിക പണ്ഡിതന്മാര് പറയുന്നുണ്ട്. അല്ലാഹു അലം. ഏതുമാകട്ടെ, കിടന്നുറങ്ങുമ്പോ ദിക്റും ചൊല്ലിയിട്ട് കിടക്കുക, രാവിലെ ദിക്റും ചൊല്ലിയിട്ട് എണീക്കുക. രാത്രി കിടക്കുമ്പോ ഓരോ ദിവസവും നോക്കുക ഹക്കടപാട് ബാക്കിയുണ്ടോന്ന്, കടം ബാക്കിയുണ്ടോന്ന്. രാത്രി കിടന്നേടത്ത് മയ്യത്തായവരുണ്ട് അല്ലെ? ഉറക്കിൽ നിന്ന് സുബഹിക്ക് എണീക്കാത്തവരുണ്ട്. രാത്രി കിടക്കുമ്പോ ഹക്കടപാട് അള്ളാന്റെ അടുത്ത് മാപ്പില്ല, ഹക്കടപാട് റബ്ബിന്റെ അടുത്ത് മാപ്പില്ല. ഹക്കടപാട് കൊടുക്കാൻ കഴിഞ്ഞിട്ട് ബാക്കി വെച്ചവന്റെ സമ്പത്തിലും കുടുംബത്തിലും ബറക്കത്തില്ല. ഹക്കടപാട് അതിൽ നമ്മളൊക്കെ വളരെ ബാക്കാണ്, എടുത്താ കൊടുക്കൂല. ചില ആള് നല്ല സ്വാലീഹങ്ങളായ മനുഷ്യന്മാരുണ്ട്, പൈസക്കാർ ആചാർ 50 ഉറുപ്പിട്ട് മുസല്ലക്ക്. ആചാരോട് വന്നിട്ട് പിന്നെ അർത്ഥം കേട്ട് ആചാര 100 ഉറുപ്പ്യ 100 ഉറുപ്പ്യ എടുത്തിട്ട് മുസല്ലക്ക് ഇട്ടു. ആചാര 50 പോയി, ആചാര 100 പോയി. എങ്ങനെ ഇത് കൊടുക്കുന്ന അഭയ കൊടുക്കുന്ന? ഇതിന് ചിലപ്പോ നാളെ മഹ്ശറയിൽ ഹജ്ജ് കൊടുക്കേണ്ടി വരും. കൊടുക്കേണ്ടത് കൊടുത്തു വീട്ടിയാൽ സമ്പത്തിലും ജീവിതത്തിലും ആരോഗ്യത്തിലും ബറക്കത്താൻ. കൊടുക്കൂല. പള്ളിന്റെ വന്തിക ഇതെല്ലാം പള്ളി ഏരിയകളാകുമ്പോ ഒക്കെ കൊടുക്കുന്നുണ്ടാവും. ചില നാട്ടിലൊക്കെ പള്ളിന്റെ വന്തിക, റാത്തീബ്, നേർച്ച കാര്യങ്ങള് ഇതെല്ലാം. പിന്നെ ചില ആള് കൊടുക്കുന്നു. ലാസ്റ്റ് മീറ്റിംഗിൽ തീർമാനമായി വന്തിക ക്ലിയർ ആക്കാത്തോ കമ്മിറ്റിക്ക് മെമ്പർ ആവണമില്ല. അന്ന് പോയിട്ട് ഓർന്നവൻ കട എടുത്തിട്ട് ഫൈനാൻസിന്റെ ബഡ്ഡിക്ക് എടുത്തിട്ട് ഇവിടെ 18,000 രൂപ ക്ലിയർ ആക്കി. എന്നിനി ആയെങ്കും ബുടങ്ങില്ല, കമ്മിറ്റി മെമ്പർ ആവണോ? അങ്ങനെ ബഡ്ഡിക്ക് പൈസ എടുത്തിട്ടെങ്കിലും കമ്മിറ്റി മെമ്പർ ആണോ? ചിലയിടത്തല്ലോ ഇടല്ല. അങ്ങനെ ഈ കുറെ വരുമാനം ബിൽഡിങ്ങിലുള്ളടുത്ത് ഒരു ടർണറിന് വേണ്ടി. പിന്നെ ചില ആൾക്കൊരു പേര് എന്തില്ല ഇരിക്കട്ട് ഉസ്താദ് മെമ്പർ ആയെങ്കിൽ ഇരിക്കട്ട് വേണല്ലേ? നാളെ എങ്ങനെയെങ്കിലും മഷറയില് പിടിച്ചു കെട്ടാൻ എന്തെങ്കിലും ഒന്ന് വേണല്ലേ? ഇരിക്കട്ട്. അതുകൊണ്ട് മുത്തുമുമ്മിനീങ്ങളെ, അള്ളാന്റെ പള്ളി, മദ്രസ, ദീന് ഇതുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ വന്തികളെല്ലാം ഉണ്ടാകും. ഓരോരുത്തന്റെ വന്തികളെ ലിസ്റ്റ് എടുത്ത് വായിച്ചു നോക്കിയെങ്കിൽ അല്ലെ, ഡൊണേഷൻ കൊടുക്കുന്നുണ്ടാകും, പാവങ്ങളെ സഹായിക്കുന്നുണ്ടാകും, ഒക്കെ ഉണ്ടാകും. സ്കൂളിന്റെ ഫീസ് അടച്ചിട്ടുണ്ടാകും. ഡോക്ടർ പറഞ്ഞാൽ നാളെ 10,000 രൂപന്റെ ചെക്കപ്പ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ 10,000 രൂപന്റെ അല്ല, ഇനി വേറെ ഉണ്ടെങ്കിൽ അതും ആക്കാൻ റെഡിയുണ്ട്. വന്തിക ബാക്കിയുണ്ട് 5,000 രൂപ, അത് കൊടുക്കാൻ മനസ്സായോ? ഇല്ല. ആ കൊല്ലത്തിൽ ഒരു തവണയെങ്കിലും കൊടുത്തത് വൃത്തിയാക്കി വീട്ടിയില്ലെങ്കിൽ റബ്ബിന്റെ ഭവനം കടത്തിലായാൽ അതിന്റെ കടം നമുക്ക് ബാക്കിയായാൽ നമ്മുടെ പൈസക്കല്ല ബർക്കത്തില്ല. പിന്നെ എന്താക്കിയിട്ടല്ല, തകിടല്ല, ഉറുക്കല്ല, ഓമല്ല, ഏമ വെച്ചെങ്കിലും ഗുണമില്ല. 41 അല കത്തിക്കുന്നവരോ കത്തിച്ചിട്ട് ഇതിനിടയ്ക്ക് ഒരാൾ 12,000 രൂപന്റെ ബെറവ് തീർന്നു ഉസ്താദ്.
വിറവ് തീരാതിരിക്കുക. ഇവിടെ 4000 രൂപ പള്ളിക്കാണ്ട് ഈനെ കൊടുത്തെങ്കിൽ നീ കത്തിക്കണ്ട, നിന്റെ വിറവ് വേണ്ട. അല്ല, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് കൊടുക്കണം. അത് ഞമ്മളതല്ലേ പള്ളി, പള്ളിയും ഞമ്മൾ തന്നെ, വേറും ഞമ്മൾ തന്നെയല്ലേ. അത് കറക്റ്റ് കൊടുക്കുന്നില്ലേ ടൈം. അത് കൊടുത്തില്ലെങ്കിൽ യജമാനത്തി എണിക്കാൻ കഴിയാത്ത ഭാര്യ എല്ലായെങ്കിലും സന്നിമീറാനി എന്നെ പണ്ട് പോയിട്ട് ആ ബ്രോക്കർ അലാക്ക് പിടിച്ച മൊയ്തു കബറിലുണ്ടില്ല പറഞ്ഞാൽ ബെച്ചക്കലായിട്ട് എപ്പോ പുള്ളിയായിട്ട് ചള്ളിന്റെ മോക്ക് മങ്ങലായിട്ട് കിടാവായി. ഇപ്പോഴും ബ്രോക്കറിനെ പറയാൻ അളക്കിയിട്ടില്ല. ഞങ്ങക്ക് വേറെ പൊതു ഇട്ടീന്ന് അയിമ ചേർന്ന് ഞാനായിട്ട് ഇവിടെ നിന്നിന് വേറെ ഈ ഭൂമിയിൽ ഒരുത്തി നിങ്ങളെത്ത് സതിക്കലാഞ്ഞ് നിങ്ങൾക്ക് 1 അല്ല 4 ആവട്ട് ഞാനായിട്ട് സബറാക്കിട്ടിരുന്നേന്ന്. പണ്ടങ്ങനെ, പണ്ട് പെണ്ണുങ്ങല്ല അല്ലേ. ഇപ്പൊ മാത്രം നീ നിലമ്പോ നിന്റെ ഉപ്പ എന്നിട്ട് കഴിഞ്ഞിട്ട് പോന്നു. ഇതിന്റെ ഇടക്കൊരുത്തമ്മ ആ ഉസ്താദ് പെഞ്ഞായി പോയിത്തു, ഉസ്താദ് പോയാ എടുക്ക് പോയത് വേറെ ആളൊക്കെ പോയിത്തു. ഞാൻ ചെല്ലു, നീ ഇന്ന് പോയിട്ട് കേക്ക് മുറിക്കോളാം. എന്താ കൊന്നിട്ടില്ലല്ലോ നിന്നെ, നിങ്ങക്ക് ബസ കലക്കി തന്നിട്ട് പോടെങ്കിലും പിന്നെ ഒരുത്തന്റെ ഒക്കെ അല്ലേ ഇപ്പൊ സിമെന്റിൽ കുഴച്ചിട്ട് വെക്കുന്നത്, ബാൽത്തിയിൽ മൂടിയിട്ട് വെച്ചിട്ട് കൊന്നിട്ട് വീണ്ടിച്ചിട്ട് പോന്നു അല്ലേ. പോകുന്നവരുണ്ടെങ്കിൽ എല്ലാം രാത്രിയാ പോയാള് പുറക്ക് പോയിട്ട് വന്നില്ല അങ്ങോ കൊന്നിട്ട് പോയിട്ടുണ്ട്. ആരാണാങ്ങോ പെണ്ണാങ്ങോ പോന്ന വൈക്ക് പോയിക്കോളി, മോനെ എവിടെയെങ്കിലും പോയിട്ട് ശയിക്കാലോ അവിടെ ആയുസുണ്ടെങ്കിൽ അല്ലേ അല്ലേ. കൊന്നിട്ടെല്ലാം പോണ. ഞാൻ അവനോട് ചെല്ലി, ഞാൻ കേക്ക് മുറിക്കുന്ന ആരോടും ഞാൻ ചെല്ലി, നീ പോയിട്ട് നീ ബ്ലക്ക് മേലെ നീ വലിയ ഭാഗ്യവന്താന്നല്ലേ അവനോട് ഞാൻ. ഒരു അപ്പോഴാണ് ഒരു ചിരിക്കെ വന്നോ ഭാര്യ ബേജാറിലുണ്ട്. നസീബു അല്ലേ എന്നവരെ കലക്കി കൊടുത്തിട്ട് പോയിനെങ്കിൽ അങ്ങനത്തെ അവസ്ഥകളാണ്. അള്ളാഹു എല്ലാ ആഫത്തുകളെ തൊട്ട് നമ്മെ സലാമത്താക്കട്ടെ. അപ്പൊ ഏത് ഉമ്മമാരോട് കേൾക്കുന്ന ഉമ്മാരോട് പറയുന്നു, ഇന്ന് പോയിട്ട് ചോദിക്കണം, ആചാർ നിങ്ങൾക്ക് എത്ര കടമുണ്ട്, പീഡിയൽ എത്ര കൊടുക്കാൻ ബാക്കിയുണ്ട്. പീഡിയല് ജീൻസിന്റെ പീഡക്കാരൽ ബുക്കുണ്ട്, ഊട്ട ബുക്കില് 8000 രൂപ ആയിട്ട് വേറെ ടൗണിന്ന് അപ്പുറത്ത് പോയിട്ട് സൂപ്പർ മാർക്കറ്റ് കൊണ്ടിരുന്നത്. ഓന്റെ സാമാനും പോയി ഇവിടെ കടവുമായി ലാസ്റ്റ് ആള് മുണ്ടലുമില്ല, ഈല മൊബൈല തപ്പിക്കുന്നത്. ഓൻ പെരുന്നാളിന് ഒരു കൈ കൊടുത്തിട്ട് ആചാർ വെരി പീഡിയൊക്കെ ചെല്ലാലുമ്പോ എല്ലാവർക്കും കൈ കൊടുത്തോണ്ട് ആചാർ അഡ്രസ്സേ ഇല്ല അല്ലെ. നാട്ടിലെല്ലാം വലിയ ആൾ സ്റ്റേജിൽ 2000 കൊടുക്കുന്നു, ഇവിടെ ആന്റെ 4000 കൊടുക്കുന്നില്ല പീഡിയക്കാരന്. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കടങ്ങളിൽ ഏറ്റവും വലിയ കടം പള്ളിക്കുള്ള കടം, മദ്രസക്കുള്ള കടം ഒക്കെ ഉള്ള അങ്ങനെയുള്ള കടം. പിന്നെ ഇംഗ്ലീഷ് മീഡിയം എന്നൊരു പിള്ളേരെ ഭർത്താക്കുന്നതിനുണ്ട്. ആ ടൈം എന്തെങ്കിലും ആക്കി ഇതിനെ കെട്ടിപ്പോന്നു അല്ലേ. അത് കെട്ടിക്കോളി, എഡ്യൂക്കേഷന് നല്ല മഹത്വം കൊടുത്തോളി. അള്ളാന്റെ പള്ളിക്ക്, പഠിച്ചോന്റെ പള്ളിക്ക് നമുക്ക് ഇത്തര നമുക്ക് തന്ന റബ്ബിന്റെ വീട്, ആ വീടിന്റെ നടത്തിപ്പിനുള്ള വന്തികയും മറ്റുള്ള കാര്യങ്ങളും അത് ഇതുമെല്ലാം കിട്ടിയതെല്ലാം പെരുന്നാളിനും റാത്തീബിനും മൗലിദിനും ഒക്കെ നമ്മൾ കൊടുക്കണം, നമ്മളുടേതാണ്. ഹബീബ് തങ്ങളുടെ പേരിലുള്ള മൗലിദ് പെരുന്നാക്കുള്ളതൊന്ന് അല്ലേ. ചിലർ അങ്ങനെയുണ്ട്, ഈ പെരുന്നാക്ക് ഈ ഉസ്താദുമാർക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും കിട്ടി റബ്ബിൽ അവ്വലാകുമ്പോ എന്തെങ്കിലും മൗലിദോദ്യം കിട്ടും. റമളാൻ മാസമാകുമ്പോ ആരെങ്കിലും എന്തെങ്കിലും ചില്ലറ കൊടുത്തെങ്കിലേ അപ്പൊ വന്നിട്ടുണ്ട് കമ്മിറ്റിക്കാർ, ഞങ്ങൾക്ക് ഇങ്ങനെല്ലാം അറിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഉസ്താദാവട്ടി. ഉസ്താദ ആര് ഈ ഒരു ശരിയെ കെട്ട് പിടിച്ചിട്ട് ചെല്ലുന്ന ഇയാളെ മോൻ ഇങ്ങനത്തെ 4 കെട്ട് കിട്ടുന്നു മാസം ഏത് എന്നിട്ട് ഈൽന്ന് ഓതിയാക്കാനെല്ലാം ഉണ്ട്. ഈൽന്ന് ഓതിയെല്ലാം ആക്കിയിട്ട് കുറച്ച് അപ്പുറം ഇപ്പുറം എല്ലാം ആക്കിയിട്ട് ഡോങ്കി ആക്കുന്ന പോലത്തെ നെറ്റിക്കണ കടലാസ് കറക്റ്റ് ചെലവുണ്ട്. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തു വിടുന്നുണ്ട്. അത് നല്ല വിഷയം. അള്ളാഹു ബർക്കത്താക്കട്ടെ. പെണ്ണുങ്ങളിൽ നല്ലോണം. പിന്നെ സദക്കയാണെങ്കിൽ പെണ്ണുങ്ങ തന്നെയാണോ, ഞമ്മ ഗലാട്ടാക്കി മീറ്റിംഗ് ആക്കിയെന്നല്ലാതെ ഇന്നല്ലല്ല, പണ്ടേ പെണ്ണുങ്ങളാണ് ദീനിന് വേണ്ടി സഹായിച്ചോണ്ടല്ലോ. ബക്കറ്റിൽ നല്ലത് ഉള്ളതിൽ നല്ലതല്ല, ചില്ലറിടണ്ട. ചില്ലറിട്ടെങ്കിൽ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട് അല്ലേ. ചില്ലറിടണ്ട, നല്ല നോട്ടെല്ലാം അള്ളാഹു തആല ബർക്കത്ത് ചെയ്യണം എന്നുള്ള നല്ല നിയത്തോടെ സദക്കട്ടോളി. അള്ളാഹു പ്രതിഫലം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അപ്പൊ ആണുങ്ങൾക്ക് ബക്കറ്റ് എന്തില്ല, അപ്പൊ മുസാഫത്ത് അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് മുത്തുമിനിങ്ങളെ കടങ്ങളെല്ലാം വിട്ടണം. ഉമ്മമാരോട് പറയുന്നു, ഇന്ന് ഭർത്താവിനോട് ചോദിക്കണം, നാളെ കൊടുക്കാൻ അരി സാമാനം കൊണ്ടുവരുന്നതിന് മുന്നേ പള്ളിൻ്റെത് കൊടുത്തിട്ട് ഞങ്ങൾക്ക് വേണ്ട, പള്ളിൻ്റെത് ബാക്കി വെച്ചിട്ട് മദ്രസിൻ്റെത് ബാക്കി. ആർക്കും ബാക്കി ഉണ്ടാവില്ല, അള്ളി ഏരിയയിലെല്ലാം കൊടുക്കുന്നു, ടൗണിലെല്ലാം കുറെ ബാക്കിയാന്ന്. ആരുടേതെങ്കിലും പള്ളിയുടേത് 1 റുപ്യ ബാക്കി ഉണ്ടെങ്കിൽ ഇത് ഇപ്പം തന്നെ റമദാനിലെ കഴിഞ്ഞ് ഇങ്ങനെ ഹജ്ജ് പെരുന്നാളിന് മുന്നേ എല്ലാം കൊടുത്ത്. ഇത് ചില ആൾ ചെന്ന് ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ വീട്ടിൽ കൊടുക്കണമെന്ന് പറയുമ്പോൾ ഒരാൾ പറഞ്ഞു, അത് മരിച്ചിട്ടാകുമ്പോ കിട്ടുന്നല്ലേ, മരിച്ചിട്ടാകുമ്പോ ഓന്റെ ഒന്തിക കിട്ടണോ മയ്യത്താണോ. അപ്പൊ കമ്മിറ്റിക്കാർ ഉസ്താദ് ദ്വാരിക്കും, ഉസ്താദ് പോലെ ദ്വാരിക്കുന്നു. എന്തിനി
പോട്ടു നടിച്ചിട്ട് പോട്ടെ, അങ്ങനെ കിട്ടുമല്ലോ, ഒന്തി കിട്ടുമല്ലോ. അങ്ങനെ അല്ലെ. ഇടക്കൊരു മോൻ വന്നിട്ട് ചെല്ലല്ലോ ഉസ്താദ് മുറാദ് ഹലാൽ അല്ല, എന്നിട്ട് മുറാദ് ഹലാലല്ല ഹലാലായ മുറാദ് ഹാസിലാവാൻ വരക്കണമെന്ന്. അപ്പൊ ഞമ്മക്ക് ഇങ്ങനത്തെ എല്ലാം കുറച്ച് പണിയുണ്ട്. ഇത് ഞമ്മ അത്ര എളുപ്പത്തിൽ വിടുക. മോനോട് കേട്ട് എന്താ മോനെ ഹലാലായ മുറാദ് അല്ല സാർ, നിങ്ങൾ ദ്വാരന്തങ്കായി സക്സസ് ആയെങ്കിൽ പിന്നെ രണ്ടാമത് നേർച്ച വേറെ തരുന്നു. അപ്പൊ 1000 റുപ്യ തരുമ്പോൾ വലിയ മുറാദായിട്ടുണ്ടാവും. കുഞ്ഞു മോനോട് പറഞ്ഞ്, അല്ല നീ ഒരു പണിയെടുക്കാതെ മുറാദ് മനസ്സിൽ വെച്ചിട്ട് ദ്വാരുന്നെങ്കിൽ പടക്കാന്ന് ഉത്തരം കിട്ടുന്ന. അപ്പൊ എന്തെന്ന് ചെല്ലിയെങ്കിൽ സുലാഭാവും. എന്തില്ല ഉസ്താദ്, ഒരു ഉപ്പാന്റെ വിഷയത്തിലൊന്നൊരു മുറാദ് ഹാസില. ഉപ്പാന്റെ വിഷയത്തിൽ എന്നിട്ട് അല്ല ഉപ്പ മരിച്ചിനങ്ങ് നല്ല ഉണ്ടായി. ഉപ്പ മരിച്ചിനക്ക് എന്താ വിഷയം? അല്ല ഉപ്പാക്ക് ഏക്കർ കണക്കിന് ജാഗയുണ്ട് ഉസ്താദ്. അയാൾ ഒന്നൊന്ന് 5 സെൻസ് അല്ല 1 സെൻസ് തരുന്നില്ല. ഞാൻ മയ്യത്താവാതെ ഈ തൊട്ടങ്ങ് ജാഗ്രത നേനെ വലിയ കേണിയോ അയാൾക്കറിയും ഇത് കൊടുത്തെങ്കിൽ നമ്മളെ വില പോകുന്നു, വാല്യൂ കൊടുക്കല. അങ്ങനെ കണ്ടവർ 5-5 സെന്റല്ലേ കൊടുക്കും. ശരിയ പൊര കെട്ടാണ്. നിങ്ങളെ പേറ്റിലേ വെച്ചോളി വേണമെങ്കിൽ. ഇതാ ഇത്ര നീ എടുത്തോ, പേറ്റിലാക്കി തരുന്നില്ല, മയ്യത്തായ പിന്നെ ആയിക്കോളി. കൊടുക്കാതിരിക്കണ്ട. ഓറ് പോയിട്ട് ഏടാടെല്ലാം ദ്വാരിപ്പിക്കുന്ന അത് കുറച്ച് നല്ലമോ കൊടുന്നിട്ട് മാട്ട മന്ത്രാക്കിട്ട് കലക്കിട്ട് ഇവിടെ തലക്കൊഴിച്ചെങ്കിൽ അല്ലേ. പരക്ക് വന്നിട്ട് അമ്മ മിൽക്ക് ഷേക്കാക്കിട്ട് ഇതിൽ പൊടിയിട്ട് തന്നെങ്കിൽ 3 10 ബ്ലോക്ക് ഡമ്മ കാലത്ത് ജാവറങ്ങിയാൽ സുബൈക്ക് ഇല്ലേ ഇല്ല. 500 റുപ്യക്ക് എല്ലാം ഇപ്പൊ അത്ര സുലാഭമുണ്ട്. അടുത്തടുത്തെല്ലാം ഉണ്ടല്ലോ ഭട്ടന്മാർ മന്ത്രവാദികളെല്ലാം ഒളിച്ചിട്ട് പോന്നെ. ബുർക്കെട്ടിട്ട് പെണ്ണുങ്ങളയക്കുന്ന ഏജന്റുമാരല്ല. പിന്നെ ഓൻ്റെത് നമ്മളെ തങ്ങന്മാരെ ഉസ്താദ്മാർക്കല്ല ഓൻ്റെത്. പട്ടക്കനപ്പാന്ന് പട്ടാക്കി പൊട്ടിച്ച പോലെന്ന്. അങ്ങനെ പട്ടാക്കി പൊട്ടിച്ച പോലെ കബറിൽ പൊട്ടിക്കാനുണ്ട് അല്ലേ. ഇവിടെ ഉണ്ടല്ലോ എടുത്താ അവിടെ ഉണ്ട്. എല്ലാവരും ഒക്കുന്ന എല്ലാവർക്കും വൃത്തുള്ള പോലെ എക്കറികൾ ഇവിടെ ആരുണ്ട്. അള്ളാഹു സലാമത്താക്കട്ടെ. അല്ലെ പോയവർ ഒരു ഭട്ടറെ കണ്ട് ബസ്സിൽ വരുന്ന. ഞാൻ മുന്നേ ബസ്സിലെല്ലാം പോയിക്കൊണ്ട് ആ സമയത്ത് ബസ്സിൽ പോകുമ്പോ കണ്ട് ഇതെല്ലാം ഇട്ടിട്ട് കുപ്പായം ഇട്ടിട്ടില്ല. ഞാൻ തേടിയിട്ട് പോയിട്ട് ഓൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് പോയിട്ട് നോക്കോ എന്താ അങ്ങനെ കുപ്പായെല്ലാം ഇടാതെ. ഞാൻ കേട്ടത് എനിക്ക് എന്തൊരു പണിയുന്നു. ഞങ്ങൾക്ക് വേണ്ടി എന്നെ അറിയാലേ കേട്ടോ. ഇല്ല അറിയാല. ഞാനിങ്ങനെ ഇതെല്ലാം മന്ത്രയന്ത്രം നിങ്ങൾ നാടോടെ ഒക്കെ ആചാറ് വരുന്നു. പിന്നെ അവൻ വരുന്നു. ഓൻ പനി വന്നവൻ എന്റെ അടുത്തൊക്കെ വരുന്നത്. എല്ലാവരും പേര് ചൊല്ലുമ്പോ സുബ്ഹാന ജല്ല ജലാലു ആചാറും നിസ്കാരത്താമിന്റെ ആചാറും എല്ലാം ഓൻ്റെ അടുത്തൊക്കെ വന്നെ. ഒരു നാട്ടിൽ ഏടെ നാട് ഉണ്ടാവും. ഞങ്ങൾക്ക് കുറെ നാടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ലൈവെല്ലാം ഉള്ളവരുണ്ട്. മുസീബത്ത് എന്ത് ചൊല്ലിറാനും വന്നില്ല. ധൈര്യത്തിലും ഉണ്ടെങ്കിൽ ലൈവെല്ലാം എടുക്കണം. അതെന്തായി മുത്തുമുഅ്മിനീങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പള്ളിയുമായി ബന്ധപ്പെട്ടതെല്ലാം കൊടുത്തുവിട്ട മനുഷ്യന്മാരുടെ കടങ്ങളെല്ലാം കൊടുത്തുവിട്ട. ആ കൊടുത്തുവിട്ടിയാൽ മരിക്കാൻ വേണ്ടി കാത്തിരിക്കാൻ പാടില്ല. മരിക്കാൻ കാത്തിരുന്ന ശേഷം ആരെങ്കിലും ചിലപ്പോ ബേജാറിൽ മോൻ ചെല്ലു ഞാൻ ഏറ്റെടുത്തു. പിന്നെ ഓരോരുത്തർ പോകുമ്പോ ഇങ്ങനെ ഞങ്ങൾ കേട്ട പണ്ട് നിങ്ങൾ ചെന്നതിലേക്ക് പ്രൂഫ് ഉണ്ടാ കൊടുക്കുന്നില്ല. പണ്ട് ഒരിക്കൽ മയ്യത്ത് ആടൊരു ഷോ ആക്കുന്ന മാത്രമൊക്കെ ഉമ്മാക്കുപ്പാക്ക് ദ്വാരക്കുന്ന സ്വാലിഹീങ്ങളായ മക്കൾ എന്ന് പറഞ്ഞ പോലത്തെ മക്കൾ ഇന്ന് കുറവാണ്. ഉപ്പാന്റെ മയ്യത്ത് സ്കെച്ചിട്ട് മോൻ കേൾക്കുന്നയാല എങ്ങനെയായി നിസ്കാരം? മയ്യത്ത് നിസ്കാരം അല്ലെ. ചോറ് ഇല്ല ബിരിയാണി ആക്കിയിട്ട് കേൾക്കുന്നില്ല. എങ്ങനെയായി ബിരിയാണി കേൾക്കലില്ലേ? ഇതുപോലെ മയ്യത്ത് നിസ്കരിച്ചിട്ട് സലാം വിട്ടിട്ട് വന്നിട്ട് ചങ്ങായിമാരോട് കേൾക്കുന്നില്ല എങ്ങനെയായി നിസ്കാരം, എങ്ങനെയായി ഒരു അഭിമാനത്തിൽ ചോദിക്കുന്നു. ചില ആ രൂപത്തിലുള്ള മക്കളാകുമ്പോ നിങ്ങളുടെ കടങ്ങളെല്ലാം കൊടുത്തു വിട്ടണം. പള്ളിയുടേത് ആദ്യം വിട്ടണം, സുഹൃത്തുക്കളുടേത് വിട്ടണം. പിന്നെ മനുഷ്യന്മാർക്ക് കടം കൊടുത്ത കൂലിയുണ്ട്. അയങ്ങ് കൊടുക്കാതിരുന്നെങ്കിൽ പിന്നെ ഗലാട്ട നിഷ്ഠൂറാവാതെ ലാട്ട് നമ്മള് പറയുന്ന ഫർച്ചല് കേട്ടെങ്കിൽ കൊടുക്കേ വേണ്ട. സദക്ക കൊടുത്തോളി. 5000 കേട്ടോന് 1000 റുപ്യ സദക്ക പോ. അങ്ങനെ കൊടുക്കുന്നതാണ് നല്ലത്. അള്ളാഹു നീ ഖൈർ നൽകണേ അല്ലാ. അപ്പൊ ഉസ്താദന്മാർക്കല്ല ചില ആൾ ഉസ്താദന്മാർക്ക് പള്ളിക്കല കൊടുക്കുന്നതിലും കൊണ്ടല്ലേ ചില ആചാർമാരിലെ ചുരുട്ടിക്കൊണ്ട് വരുന്ന കാണുമെന്നിരിക്കണോ 10,000 ചുരുട്ടിനെ 10 റുപ്യന്റെ നോട്ടിന് ബീഡി ചുറ്റിയ പോലെ ചുട്ടിട്ട് ബാൽദിക്കിട്ടിട്ട് പോകുന്നത് സീത. അങ്ങനത്തെ എല്ലാം ഉണ്ടറിയോ? അങ്ങനത്തെ ആൾക്കാരെ നോട്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ നോക്കുന്നവർ കയ്യിൽ എത്ര ഉണ്ട് അറിയുന്നവർ ചുരുട്ടിക്കൊണ്ട് വരും. അത് കുറച്ച് അതിനായിട്ട് നല്ല മനുഷ്യന്മാരുണ്ട്. എണിച്ചോണ്ട് വരുമ്പോ ദിഗനെ പിടിച്ചോണ്ട് വരുന്ന വന്നിട്ട് കൈനെ വരച്ചിട്ട് പോന്നെ ഞങ്ങക്ക് എന്തില്ല ഹാലി. അത് ഈ കുറെ കൊല്ലായില്ല വേദന പോന്നെ. ഇങ്ങനത്തെ വേറെ വേറെ ടൈപ്പിന്റെ മനുഷ്യന്മാർ കിട്ടുന്നു. പോയത്തല്ലോ കൈനെ ബണ്ണ വെച്ചിട്ട് പോന്നെ. അല്ല ബണ്ണ വരക്കണ്ടെന്നല്ല വരച്ചോളി കൂലിയുണ്ട്. കൂലിയുണ്ട് മുസാഫയത്താക്കിയനി. അനി ഇങ്ങനെ പിടിച്ചോണ്ട് വരണ്ട, ഇങ്ങനെ പിടിച്ചോണ്ട് വരും മുസാഫയത്താക്കാൻ. ഇത് ഡോങ്കി എങ്ങനെ ഇങ്ങനെ പിടിച്ചോണ്ട് വന്നിട്ട് കൈനെ വരച്ചിട്ട് പോകുന്നത് അത്ര നല്ല പരിപാടിയല്ല.
അപ്പൊ എന്ത് വേണമെന്നറിയോ? നല്ലോണം സദഖ ചെയ്യണം. ഏതുമാകട്ടെ, രാത്രി പെട്ടെന്ന് കടന്നുറങ്ങി രാവിലെ പെട്ടെന്ന് ഉറക്കിൽ നിന്ന് ഉണർന്ന് രാവിലെ നമ്മൾ പറഞ്ഞു സ്വർഗത്തിന്റെ കാറ്റടിക്കുന്നു. അപ്പൊ ബാലക്കാർ ചെല്ലു ഏതായാലും 3 മണിക്ക് കിടന്നുണ്ടേ 4 മണിക്ക് സ്വർഗത്തിന്റെ കാറ്റ് കണ്ടിട്ടേ കിടക്കാന്ന് വെച്ചിപ്പോ ഉറങ്ങാതിരിക്കലല്ലേ എടുത്ത ബാലക്കാർ. നല്ല ബാലക്കാർ എല്ലാം ബയല് കേൾക്കുന്നു. അള്ളാഹു ബർക്കത്താക്കട്ടെ, അള്ളാഹു സലാമത്താക്കട്ടെ. അങ്ങനെ ഇരിക്കണം അല്ലെ? കടപ്പുറത്ത് ബീച്ചിലേക്കെല്ലാം പോയിട്ട് കുറച്ചു നേരം നിസ്കാര കള്ളാക്കാതെ സുബഹിസ്കരിച്ചിട്ട് പോകണം. ബീച്ചിന്റെ അടുത്തേക്ക് പോന്നെങ്കിൽ ഒരു മര്യാദ അല്ലെ, ഉച്ചോളം ഇരിക്കാൻ വേണമെങ്കിൽ. അസർക്കന്നെ പോണോ നട്ടന്റെ അത്ര അസറായിട്ടും അരിവായിട്ടും ഇഷായിട്ടും അവിടുന്ന് വരുന്നില്ല. ഓരോരുത്തർ ഈ കാലത്തല്ല ഇതെല്ലാം ലൈവുള്ള ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ പണിക്കാരൻ റജ എടുത്തിട്ട് പോയാൽ മൂത്താപ്പ മരിച്ചിനി അങ്ങനെ മൂത്താപ്പ മരിച്ചിനായിട്ട് സീര പോയിന അളക്കുന്നില്ല. പിന്നെന്താക്കുന്നത്? അളക്കില്ല. പിന്നെന്താക്കുന്നത്? ആരെങ്കിലും മരിപ്പിക്കുന്നത്. മൂത്താപ്പ മരിച്ചിനായിട്ട് പോയിട്ട് കടപ്പുറത്തെല്ലാം പോന്ന് നിന്നിട്ട് എല്ലാം ആയിട്ട് ഇയാള് കേട്ട് മറ്റേ മൈനാള് എല്ലാം വന്നിട്ട് എല്ലാം ആയ മറമാടിയിട്ടെല്ലാം ആയി. അപ്പൊ അയാൾ കേട്ടല്ല കടൽക്ക് വീണ്ടും വരച്ചതല്ലേ കേട്ടല്ല അയാൾ. ആര്? അല്ല കടൽക്ക് വീണ്ടല്ലേ മരിച്ചത് നിങ്ങളെ മൂത്താപ്പ? അല്ല, പിന്നെ നിങ്ങൾ കടപ്പുറത്തുണ്ടായി. ഏത് മൂത്താപ്പ കടൽക്ക് വീണ്ടും മരിച്ചില്ല, പിന്നെ നിങ്ങൾ കടപ്പുറത്തേക്ക് പോയിനപ്പോ? അപ്പൊ ഇപ്പൊ അങ്ങനത്തെ കാലം. എന്ത് എയില പോയെങ്കിലും ആര് ഏടെ പോയെങ്കിലും അപ്പ വരുന്ന വീഡിയോ ഇപ്പുറത്തല വമ്പ അപ്പുറത്തല വന്നിട്ടാണ്. ജാഗ്രത ആയിക്കോളി. നേരെ ചെൽറ്റേ പോയി ബീച്ചിലേക്ക് നേരിട്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കടലിനടുത്ത് പോയിരുന്ന് വെള്ളം നോക്കണം. മാനസികമായ സന്തോഷങ്ങൾക്ക് അങ്ങനെ വെള്ളം ഒഴുകുന്ന വെള്ളത്തിലേക്ക് അങ്ങനെ നോക്കുന്നത് ഖൈറാൻ. ആകാശത്തിലേക്ക് നോക്കുന്നത് ഖൈറാൻ. ആകാശത്തിലേക്ക് നോക്കിയെങ്കിൽ ടെൻഷനും ബേജാറെല്ലാം കുറയും. ഇപ്പൊ നോക്കിയും കാണല്ലേ മുറ്റത്ത്. നാളെ സമാധാനത്തിൽ എന്താക്കാ? ആകാശം നോക്കുന്നത് കൊണ്ട് പിത്തരോഗം മാറുന്നാണ്. ആകാശം ഇങ്ങനെ നോക്കിയെങ്കിൽ മനസ്സിന്റെ ബേജാറെല്ലാം കുറയും. നമ്മളെ പരിന്റെ ആകാശത്തിലേക്ക് മാത്രം നോക്കണം. അപ്പുറത്തെ ഐസഞ്ഞാന്റെ ഓറാകാശത്തിലേക്ക് നോക്കിയും കൂടെ ഉള്ള സമാധാനം പോയിട്ട് ഗലാട്ടായിട്ട് ആകാശത്തിലേക്ക് നോക്കാൻ കണ്ണേ ഉണ്ടാവില്ല. പിന്നെ ഇവിടെ ബജാജ് ഫൈനാൻസിന്റെ ഒരു വിളിച്ചിട്ട് ഹലോ എന്ന് പെണ്ണുങ്ങാക്കുന്ന കാണുമ്പോഴേ ബയ്യെന്ന് പറയുന്ന ആര്യ അത് കേട്ടോണ്ട്. ഇത് ബജാജിന്റെ ഒരു കേൾക്കുന്നത് ബട്ട് ഇത് വേണാന്ന്, ലോൺ വേണം. ഇത് ഹലോ എന്ന് പെണ്ണുങ്ങളെ കേട്ടിട്ട് ഭാര്യ ബയ്യന്റെ ഭായിന്ന് ഇതാരോ കൊണ്ടുവന്ന് കേട്ടു. ആർക്കും ആരെയും വിശ്വാസമില്ല. ഭാര്യക്കും ഇല്ല, ഭർത്താവിനും ഇല്ല. പിന്നൊരു അഡ്ജസ്റ്റ്മെന്റിൽ ആടുന്നാടുന്ന് ഒപ്പിച്ചുകൊണ്ട് പോന്നു. പഞ്ചാധികാക്കിയിട്ടാകുമ്പോ വേറെ ആളൊക്കെ പോയി നീ എന്താക്കുന്നെന്ന് കേട്ടപ്പോ അയാൾ ചെല്ലി എന്താക്കുന്നത്? ഓള് പോയാൽ പോട്ടു. 2 മക്കളുണ്ടല്ലേ. ഇനിയിപ്പോ ഈനെ ഇളക്കിയിട്ട് മക്കളെ ഇളക്കിയിട്ട് ഓളെ ഇളക്കിയിട്ട് പിന്നെ ഒരുത്തി വന്ന് അവളും പോയാൽ മക്കളും ഇല്ല ഓളും ഇല്ലല്ലേ. ഇപ്പൊ മക്കയും കിട്ടുമല്ലോ. ഇരിക്കട്ട് മോശമില്ല, ജസ്റ്റ് ആക്കാൻ. ഇങ്ങനെ പറയുന്ന ഒരവസ്ഥയിലേക്കല്ലേ എത്തിപ്പോയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ ഈ കുടുംബത്തെയും മക്കളെയെല്ലാം രക്ഷപ്പെടുത്തട്ടെ. രാത്രി വേഗം ഉറങ്ങണം. ഹെൽത്തിയായ ഉറക്കേതാണ്? പാതിരാ നേരം ഇശാ കഴിഞ്ഞ് രാത്രി 12 മണി വരെയുള്ള ഉറക്കാണ് ഏറ്റവും നല്ല ഉറക്ക്. അത് കഴിഞ്ഞിട്ട് 3 മണി വരെയുള്ള ഉറക്കാണ് ഏറ്റവും നല്ല ഉറക്ക്. പിന്നെ ആരോഗ്യത്തിന് തഹജ്ജുദ് നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ഖൈറായ ഉറക്ക് ഖൈലൂലത്തിന്റെ ഉറക്കാണ്. ളുഹറിന് മുന്നേ ഒരു അരമണിക്കൂർ ഉറങ്ങുന്ന ഉറക്ക് നല്ല സുന്നത്തായ ഉറക്കാണ്. ആരോഗ്യം വലിയ സന്തോഷവും നല്ല ഹെൽത്തിയായിട്ട് ജീവിക്കാനും നല്ലത്. 100 നിസ്കരിച്ചിട്ട് ചോറും വെച്ചിട്ട് 2 മണിക്ക് ഉറങ്ങിയത് 4-5 മണിയാകുമ്പോ ആയിക്കൊണ്ട് വരുന്നല്ലേ. 12 മണിക്ക് കിടന്നിട്ട് 12:30 മണിയാകുമ്പോ ലുഹാലെല്ലാം നിസ്കരിച്ചിട്ട് ഒരു ഉറക്ക്. നാളെ പണിക്കാരെല്ലാം പോയിട്ട് ലുഹാ നിസ്കരിച്ചിട്ട് ഉറങ്ങിയെങ്കിൽ അല്ലെ പോന്നെ 10 മണിക്ക് 11 മണിക്ക് ലുഹാ നിസ്കരിച്ചിട്ട് ഉറങ്ങിയെങ്കിൽ. ഇതിന്റെ ഇടയ്ക്ക് എല്ലാരോ ഒരാൾ മൊബൈലിൽ അയച്ചെന്ന് മൊബൈൽ ഒത്താതെ പണിയെടുക്കുന്ന പണിയെടുക്കില്ലല്ലോ. അതാവല്ല ഒരു കിഞ്ഞിട്ട് പോകുന്ന പോലത്തെ ഒരാൾ അയച്ചെന്ന് ഉസ്താദ് ഇത് ചെല്ലണം ഉസ്താദ് പണിക്കാരും നേരെ പണിയെടുക്കുന്നില്ല. മൊബൈൽ ഇരുന്നിട്ട് ഒത്തുന്നല്ലാതെ സ്റ്റാഫിൻ്റെ ആരും പണിയെടുക്കുന്നില്ല. ഇത് വയസ്സന്മാർക്കാന്നുമില്ല. വയസ്സന്മാർക്കാന്നില്ലെങ്കിൽ ഈ വയസ്സന്മാരുള്ളിടത്തേക്ക് പണിക്ക് പോകുന്നില്ല. ആടെ ഒരു തൊണ്ട ഉണ്ട് അയാൾ ഗിരിഗിരിയാക്കുന്നു. അയാള് ഗിരിഗിരിയാക്കുന്നല്ല യോറ് പണിയെടുക്കാത്തതാണ് വിഷയം. തങ്ങന്മാരെ ഉസ്താദുമാരൊക്കെ ഇത്ര ഡിമാൻഡില്ല. പണിക്കാർക്ക് ഭയങ്കര ഡിമാൻഡ്. എന്നിട്ട് നമ്മളെ പാലക്കാരല്ല പണിയില്ല. പണിയെടുക്കണ്ടേ? ഏതുമാകട്ടെ സുബഹിയുടെ ആ നേരത്ത് നമ്മളെ പൊരേന്നുള്ള ആൾക്കാരെല്ലാരും നിസ്കാരം ഉമ്മ പെങ്ങളെ നിസ്കാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി സുബഹിന്റെ നേരത്തൊന്ന് ഉറക്കിൽ നിന്ന് ഉണരുന്നിട്ട് ഒരു 100 സ്വലാത്ത് 100 ദിക്റൊക്കെ ചെല്ലാം. വീടിന്റെ വാതിലുകൾ ജനാലകളൊക്കെ തുറന്നിടുക. ഒരു 5 മണിയാകുമ്പോ 4:45 വിളിച്ചിട്ട് പൊരന്റെ ജനാലകളൊക്കെ ഒന്ന് തുറന്നിടണം. പൊരന്റെ ജനാലകൾ എന്താ
പോന്നെയാ സിറിനെന്തല്ലേ പിന്നെ വരി പോയിട്ട് മൂത്രിക്കാലുണ്ടെങ്കിൽ പോയിട്ട് മൂത്തിച്ചിട്ട് സിയാർത്താക്കണ്ടെങ്കിൽ സിയാർത്തല്ലാക്കിട്ട് നമുക്കൊന്ന് ദ്വാരന്നിട്ട് ഒരു അരമണിക്കൂർ സമയം കൂടിയേ ഉള്ളൂ. അള്ളാഹു നീ ബർക്കത്താക്കണേ അല്ലാ മുത്തുമുമ്മിനീങ്ങളെ. അതുകൊണ്ട് രാവിലെ ഉറക്കിൽ നിന്ന് ഉണരുമ്പോ ദിക്റും ചൊല്ലിയിട്ട് ഉണരണം. ഉണർന്നിട്ട് വുളൂ ചെയ്തിട്ട് നിസ്കരിച്ചിട്ട് ഒരൽപ്പം ഖുർആൻ ഓതണം. വീട്ടില് ഖുർആൻ ഓതാത്ത വീടുകൾ, ഖുർആൻ ഓതുന്ന വീടുകൾ അല്ലാന്റെ കാവലുണ്ട്, മലക്കുകളുടെ കാവലുണ്ട്. അൽ ബഖറ ഓതുന്ന വീടുകളിൽ ശൈത്താന്റെ ഉപദ്രവമില്ല, പോക്ക് വരവ് കടപ്പിന്റെ ഉപദ്രവമില്ല. അൽ ബഖറ ഓതുന്ന വീട്ടില്